നമ്മൾ ചൈൽഡ്ഹുഡിൽ വായിച്ചൊരു ബുക്ക് ഉണ്ടാവും. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അതിലെ ക്യാരക്ടേഴ്സോ അതിൽ ഇവൻസോ ഒന്നും മറക്കാത്ത ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ബുക്ക്. എനിക്ക് അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട്. അതാണ് ഞാൻ ഫൂലൻ്റെ. അപ്പോൾ ഞാൻ വായിച്ചത് ഇതിൻ്റെ മലയാളം വേർഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ ബുക്ക് എന്ന് പറയുന്നത് ഐ ഫൂലൻദേവി ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഇന്ത്യാസ് ബണ്ടിറ്റ് ക്വീൻ എന്ന് പറയുന്ന ബുക്കാണ്. ഇതിൻ്റെ മലയാളം വിവർത്തനം ചെയ്തത് KS വിശ്വംഭരദാസ് എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ഒരു 5-6 പഠിക്കുമ്പോൾ ആണ് ഈ ബുക്ക് വായിച്ചത്. എൻ്റെ അമ്മ അച്ഛനും ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്തൊരു ബുക്കായതുകൊണ്ട് അവരെനിക്കും റെഫർ ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങി. എനിക്ക് ഫസ്റ്റ് ഞാൻ ബുക്സ് വായിച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടാത്ത പോലെ തോന്നിയെങ്കിലും വായിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു ബുക്കാണ്. അത്യാവശ്യം കുറച്ചൊരു തടിയുള്ള ബുക്കാണെങ്കിലും കുറച്ച് കട്ടിയുള്ളൊരു ബുക്കാണെങ്കിലും വേഗം വായിച്ച് തീർക്കാൻ പറ്റും. അത് അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഓരോ പേജ് കഴിയുന്തോറും അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി വരും. ഇതെൻ്റെ വായനാശീലം കൂട്ടാനുള്ളൊരു ഫസ്റ്റ് മേജർ സ്റ്റെപ്പായിരുന്നു ഈ ബുക്ക്. അപ്പോൾ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ട്. ആ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ടൈമിൽ ഇതൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ളൊരു ഓട്ടോബയോഗ്രഫി ഒന്നും വായിച്ചിറക്കുന്ന ടൈമല്ലല്ലോ. പക്ഷെ ഞാനിത് കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല ബുക്ക് കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ബുക്സും അങ്ങനെ കുറച്ച് ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ആ ബുക്ക് 2 തവണ വായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വായിച്ചപ്പോൾ കുറച്ച് മിസ്സായിട്ടുള്ള പോർഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി. 2ാമത്തെ വട്ടവും വായിക്കുമ്പോഴും ഫസ്റ്റ് ഉണ്ടായ അതേ ഇൻട്രസ്റ്റോടെ എനിക്ക് ഫുൾ ബുക്ക് വായിച്ച് തീർക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയല്ല, ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഫൂലൻദേവി എന്ന് പറയുന്നൊരു സ്ത്രീയുടെ ജീവിത കഥയാണ് ഇതിൽ പറയുന്നത്. അവരനുഭവിക്കേണ്ടി വന്ന കുറേ ഇൻജസ്റ്റിസ് ആൻഡ് സ്ട്രഗിൾസ് അതൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫൂലൻദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ഒരു ഭയങ്കര പുവർ ആയിട്ടുള്ളൊരു വില്ലേജിൽ ജനിച്ചിട്ട്, ഒരു പുവർ ഫാമിലിയിൽ ജനിച്ചിട്ട് വളർന്നൊരു കുട്ടിയാണ് ഫൂലൻദേവി. അപ്പോൾ ചൈൽഡ്ഹുഡിൽ തന്നെ ഇവർ ചൈൽഡ് മാരേജിനിരയായി. അങ്ങനെ അവിടുന്ന് കുറേ പ്രശ്നങ്ങളും കുറേ സ്ട്രഗിൾസൊക്കെ നേരിടേണ്ടി വന്നു. അവരുടെ ഭർത്താവിൽ നിന്നും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ സൊസൈറ്റിയും ഇവർക്ക് കുറേ എതിരായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് വളർന്നു വന്നൊരു സ്ത്രീയാണ് ഫൂലൻദേവി. ഈ മാരേജ് നടന്ന ഫേസ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇവർ കേസ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ അങ്ങനെ സൊസൈറ്റിയിലുള്ള പല ഇനീക്വാലിറ്റീസിനും ഇരയായിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസസ് ഒക്കെ കൊണ്ട് അവർ ലേറ്റർ ഒരു ബണ്ടിറ്റ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ കുറേ വയലൻസും കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ ബണ്ടിറ്റ് ക്വീൻ എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം ഇവർ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും റിലീസായി കഴിഞ്ഞ് ഇവർ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്തു. അതേ കണക്കെ മെമ്പർ ഓഫ് പാർലമെൻറ്റായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഇവരുടെ ഒരു ലൈഫ് ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണിയാണ്. ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറി. പോവർട്ടിയിൽ നിന്ന് തുടങ്ങി, പിന്നെ ബണ്ടിറ്റ് ലൈഫ്, പിന്നെ അത് കഴിഞ്ഞ് പൊളിറ്റിക്സ്, അതിനിടയ്ക്ക് ജയിൽ ലൈഫ്. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ട് സെർവ് ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റോറി വായിക്കുമ്പോൾ എനിക്കൊരു ഫീലിംഗ് വന്നു, എത്രത്തോളം ലൈഫ് അൺഫെയർ ആയിട്ടുണ്ടെങ്കിലും അത് പല ഡയറക്ഷനിലേക്കും പോയി അറ്റ് ലാസ്റ്റ് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് വേസിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു ഫീലിംഗ് തന്നൊരു ബുക്കാണിത്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും അത്ര ക്ലിയർ ആയിട്ട്, മീൻസ് ഓരോ വാക്കുകൾ എല്ലാം അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷെ ചില പാർട്ട് വായിക്കുമ്പോൾ ഭയങ്കര ടച്ചിങ്, ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതൊക്കെ അറിയുമ്പോൾ ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഭയങ്കര വിഷമിച്ചിട്ടുണ്ട് ഓരോരോ പേജസൊക്കെ വായിക്കുമ്പോൾ. അതുവരെ വായിച്ച ബുക്ക്, അതുവരെ അത്യാവശ്യം കുറച്ച്, എന്നാൽ അധികമൊന്നുമില്ല, കുറച്ച് ബഷീറിൻ്റെ, പാത്തുമ്മയുടെ അതുപോലുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ബുക്സ് മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ബുക്ക് വായിച്ചപ്പോഴേക്കും എൻ്റെ റീഡിങ്ങിനോടുള്ളൊരു കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചൊരു ബുക്കാണിത്. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ചില ബുക്ക് നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോയില്ല. അപ്പം അങ്ങനെയുള്ളൊരു ബുക്കുകളുടെ കൂട്ടത്തിലുള്ളൊരു ബുക്കാണ് എനിക്ക് ഫൂലൻദേവി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ബുക്ക് ഞാൻ ഇതുവരെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ഫൂലൻദേവി എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ബുക്ക് മാത്രമായിരുന്നില്ല, അതെനിക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആദ്യമായിട്ട് വിചാരിക്കുന്ന ഒരു മൈ ഫേവറേറ്റ് മെമ്മറി. ചെറിയ പ്രായത്തിൽ വായിച്ചൊരു ബുക്കാണെങ്കിലും ഇന്നും എനിക്കത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും, അത്രത്തോളം പവർഫുൾ ആയിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുമല്ലോ.
അപ്പോൾ നിങ്ങളും ആ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്ക്. വായിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫസ്റ്റ് ടോക്കിംഗ് മീൻസ് ഫേസ് ടു ഫേസ് ടോക്കിംഗ് വീഡിയോ ആണ്. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചൈൽഡ്ഹുഡിൽ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്രയ്ക്കും ഒരു കടന്നുകൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കോ ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഞാനത് വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.